ബക്കറാക്ക നിങ്ങളെ സ്ഥലത്തല്ല ജിയോന്റെ ടവർ ഉള്ളത്? അതെ. ഞങ്ങളെ മുഖത്തേക്കൊന്നും റേഞ്ച് എന്ന് പറഞ്ഞ സാധനമല്ല, റേഞ്ച് തന്നെ കിട്ടണില്ല. ഞങ്ങളെ മേലോട്ട് പോയന്നെ റേഞ്ചില്ല, തീരെ റേഞ്ചില്ല. പല ആളുകളും എന്നോട് ഈ കംപ്ലൈന്റ് പറയുന്നുണ്ട്, റേഞ്ച് കിട്ടണില്ല. ഞാനിപ്പോ അംബാനിക്കൊന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഈ ജില്ലയിൽ ഒരൊറ്റ ഒന്നിനും പണി ഉണ്ടാവില്ല. നമ്മൾ കാരണം ഒരാളെ പണി പോകണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. നിങ്ങളും അംബാനി അത്രക്ക് നല്ല ബന്ധാണ്. പിന്നല്ലാതെ ഞാൻ മൂപ്പരെന്താ വിളിക്കല് അമ്പുവേട്ടാണ്. അമ്പോട്ടാന്നോ? ആ, മൂപ്പര് ഇന്നെന്താ വിളിക്കല് അബുബായിന്ന്. തന്നെ നിങ്ങൾ തമ്മിൽ എങ്ങനെ എത്ര അടുപ്പത്തിലായി? അതോ, അതിന്റെ മോനെ, ഞാൻ ബിസിനസ് ആവശ്യാർത്ഥം ഒരു പ്രാവശ്യം ബോംബെ പോയിട്ട് മുഹമ്മദ് അലി റോഡ് ഇങ്ങനെ മുറിച്ച് കിടക്കാൻ വേണ്ടി നിൽക്കാം. എനിക്ക് ബൈക്കുള്ളേ പോകണം. ഈ സമയത്ത് ചീറി പാഞ്ഞ് ഒരു കാറിന്റെ അടുത്തുനിന്ന് വന്ന് നിർത്തി. അപ്പൊ ഇതാരാണ്? പിന്നീട് ഒരാൾ തലക്കും കൈ കൊടുത്ത് ഇതേ ഇരുത്തം തലമുക്ക് സ്റ്റാരിങ് ആയിട്ട് വെച്ചിക്കണേ. ഇതിപ്പോ ആരാണ് എന്താന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഗ്ലാസ്മ പോയി മെല്ലൊന്ന് ഇങ്ങനെ തട്ടി. അപ്പൊ മൂപ്പര് ആ വിൻഡോ എടുത്ത് താത്തി. അപ്പൊ നോക്കുമ്പോ ആരാണ്? അംബാനിയാണ്. ഞാൻ മൂപ്പരോട് ചോദിച്ചു, ക്യാ ഹുവാ ജി, എന്ത് പറ്റിയെന്ന്. അപ്പൊ മൂപ്പര് പറയണ എന്നോട്, ഈ ബിസിനസിന്റെ ഓട്ടത്തിന്റെ അടിയിൽ എണ്ണ അടിക്കാൻ മറന്നുപോയി, വണ്ടിത്തെ എണ്ണ തീർന്നു. സോഷ്യൽ മീഡിയയും പത്രക്കാരും ചാനലുകാരൊക്കെ ഇപ്പൊ അവിടെ വരും. കോടീശ്വരനായ ഇന്റെ വണ്ടിത്തെ എണ്ണ തീർന്ന് നടുറോട്ടിൽ നിന്ന് പറഞ്ഞാൽ ഇതുക്കും വലിയ മാനക്കേട് എന്താണ്? അപ്പൊ ഞാൻ മൂപ്പരോട് പറഞ്ഞു, ബോണറ്റ് കോലോജിന്ന്, അതായത് കാറിന്റെ ബോണറ്റ് തുറക്കാൻ പറഞ്ഞു. മൂപ്പര് കാറിന്റെ ബോണറ്റ് തുറന്നു. ഞാൻ ആ കാർബറ്റിന്റെ ഓസ് ഇങ്ങോട്ട് വലിച്ചിങ്ങോട്ട് ഊരിയിട്ട് ശക്തിയായിട്ട് അങ്ങോട്ട് ഊതി. എന്നോട് പറയാം, മീറ്ററിൽ ഒന്നര കട്ടമൊക്കെ ഇങ്ങോട്ട് എത്തി. ബോണറ്റ് അടച്ചു. മൂപ്പരോട് സ്റ്റാർട്ട് ചെയ്യാൻ പറഞ്ഞു. സ്റ്റാർട്ട് ചെയ്തു. ജാവോ ജി എന്ന് പറഞ്ഞു. മൂപ്പര് ഉടൻ തന്നെ പോക്കറ്റിൽ കൈയിട്ടിട്ട് എൻ്റെ വിസിറ്റിംഗ് കാർഡിൻ്റെ എടുത്ത് മൂപ്പര് പോയി. ഞാൻ അങ്ങനെ നേരെ ബൈക്കുള്ളിലേക്കും പോയി. ബൈക്കുള്ളിൽ പോയിട്ട് കോലാബായിനോട് ബിസിനസ് കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഒരു ഫോൺ കോള്. ഞാൻ ഫോൺ എടുത്തു. നോക്കുമ്പോ ആരാ? അംബാനി. ആ, ഞാൻ ചോദിച്ചു എന്തിയെന്ന് വെച്ചു. മൂപ്പര് പറഞ്ഞ് നിങ്ങൾ വീട്ടിൽ വരണം എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ബിസിനസ്സിൽ കുറച്ച് തിരക്കിലാണ്, എനിക്കിപ്പോ വരാൻ പറ്റൂല. അപ്പൊ മൂപ്പര് ഐഡിയ മാറ്റി, ഞാൻ ഹെലികോപ്റ്റർ പറഞ്ഞേക്കാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ആയിക്കോട്ടെ, ഞാൻ പറയാം, ഞാൻ ഒന്ന് ഫ്രീ ആയിട്ട് ഇവിടെ പറയാന്ന് പറഞ്ഞിട്ട് ഞാൻ പോന്ന്. അതിന്റെ ശേഷം മൂപ്പരെ കുടിയിരിക്കലിന് വിളിച്ച്, കല്യാണത്തിന് വിളിച്ച്, ബിസിനസ്സിൽ പാർട്ട്ണറാകാൻ വേണ്ടി വിളിച്ച്. ഞാനൊന്നും മൈൻഡ് ചെയ്തില്ല. ദിവസങ്ങൾ അങ്ങനെ കടന്നുപോയി. ഒരു ദിവസം രാത്രി ഒരു 12 മണിക്ക് ആരോ ഇങ്ങനെ വന്ന് വാതിൽ തട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് തുറന്ന് നോക്കുമ്പോ അംബാനി മുമ്പില് ബാക്കിൽ ഒരു കരിമ്പുലി എന്താ പറയാ, ആ കറുത്ത കോട്ടിട്ട്, ആ ബ്ലാക്ക് കാറ്റില്ലേ, ഓല് തോക്കും പിടിച്ചിങ്ങനെ നിൽക്കാണ്. അംബാനി ഇന്നങ്ങോട്ട് കെട്ടിപ്പിടിച്ചോട് കൂടെ ഇവരൊക്കെ എനിക്ക് സല്യൂട്ട് അടിച്ചു. അങ്ങനെ ഞങ്ങൾ റൂമിലിരുന്ന് ഞാൻ കട്ടൻ ചായ ഒക്കെ ഉണ്ടാക്കി. ഞങ്ങളെല്ലാവരും കട്ടൻ ചായ ഒക്കെ കുടിച്ചിട്ട് മൂപ്പര് പറഞ്ഞ്, ഞാൻ പറഞ്ഞതിൽ ഒന്നും സമ്മതിക്കില്ല നിങ്ങള്, പക്ഷെ എനിക്ക് ബർക്കത്തിന് നിങ്ങൾ എന്തെങ്കിലും തരണം എന്നാണ്. ഒരാൾ നമ്മളോട് അങ്ങനെ ചോദിക്കുമ്പോൾ നമ്മൾ തട്ടി മാറ്റാൻ പറ്റില്ലല്ലോ. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എന്താ വേണ്ടതെന്ന്. മൂപ്പര് പറഞ്ഞു ഒരു 5 സെന്റ് സ്ഥലം വേണമെന്ന്. ഞാൻ അങ്ങനെ 5 സെന്റ് സ്ഥലം കൊടുത്തു. മൂപ്പര് അതിൽ ടവർ വെച്ചു. ഇപ്പൊ മാസം എനിക്ക് കുറച്ച് പൈസ ഒക്കെ അയച്ചുണ്ട്. ഇന്ന് മൂപ്പര് കോടിപതിയായി. അതാണ് ഞങ്ങൾ തമ്മിലുള്ള ബന്ധം. സ്മൈലേ, ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഹോസ്പിറ്റൽ ഉണ്ടാ? എന്തിനാണ്? തല മിന്നണ്ടാ തല്ലിട്ട് ഞാൻ പോവുക. ആ, അജു പോവുക, അതിനെ നല്ലത്. നിങ്ങൾ കേട്ടോളൂ, നിങ്ങൾ രണ്ടാളും ഇരിക്കും. ഇനിയുണ്ട് കേട്ടോ, ഇനിയും ഓൻ പോവുകയാണെങ്കിൽ പോട്ടേന്ന്. ഓൻ ആർക്കും വേണം. ഇനി വേറൊരു കഥ ഉണ്ട്. സൽമാനെ, അനക്ക് ഒഴിവുണ്ടെങ്കിൽ ഇജ്ജ് കേട്ടോ, പേരും ജാതി തള്ളു വാവേ പോലെ ഞാനുണ്ട്. ഓലുണ്ട്, ഇജ്ജ് കേക്ക്, അനക്കൊരു ഉപകാരത്തിൽപ്പെടുത്ത്. അപ്പോ എന്താ ഞാൻ പറഞ്ഞിട്ട് ഓൽക്ക് രണ്ടാക്കും സംശയം. അനക്ക് വല്ല സംശയം ഉണ്ടോ? എനിക്കുണ്ട് സംശയം തന്നെ ഉള്ളു. നേരം മോന്തിയായി പെണ്ണുങ്ങൾ പെരയിൽ ചെന്നില്ലെങ്കിലേ തല്ലു. ആ 2 കഞ്ഞികൾ ഇരിക്കടാ. നല്ല കഥകൾ ഇനിയുണ്ട്. ആ 3 പോയി. കാര്യം പറയുമ്പോ ആർക്കും ഒരു വിശ്വാസമല്ല. ഇനിയിപ്പോ ഞാൻ ഈ കാട്ടിൽ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് എന്താ, ഇനിയിപ്പോ നാളെ വേറെ ആരെങ്കിലും കിട്ടുമോ നോക്കാം. പോട്ടെ ഞാനും.